ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് സങ്കടത്തോടു കൂടിയാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇതൊരു ട്രാജഡി റൈഡിംഗ് ഒന്നും അല്ല, എന്നാലും ചെറിയൊരു വിഷമം. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ പാലക്കാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തോടെ നമ്മുടെ എന്താ പറയുക, ഒരു ഏകദേശം 35 ദിവസം 36 ദിവസം നീണ്ടു നിന്ന നമ്മുടെ ലഡാക്ക് ട്രിപ്പ് ഇന്നത്തോടെ എന്താ പറയുക അവസാനിക്കാൻ പോവാണ്. ഇത് NH-48 ആണ് കേട്ടോ. ബാംഗ്ലൂരിലൊരു ടോള്, ബൈക്കിന് ടോള് വാങ്ങിയത് കേട്ടോ. 39 കിലോമീറ്റർ എനിക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അതിനൊരു 110 രൂപ മറ്റേ വാങ്ങി ബൈക്കിന്. ഓ മൈ ഗോഡ്. ഇന്ത്യയിൽ ഇപ്പം നമ്മൾ പോയത് ഏത് വഴിയാണ് വന്നത്? ഇങ്ങനെ കർണാടക ടച്ച് ചെയ്ത് അങ്ങനെ തന്നെയാണ് പോയത്. കർണാടക ടച്ച് ചെയ്ത് ആന്ധ്ര, തെലുങ്കാന, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, UP, ഡൽഹി, ഹിമാചലിൻ്റെ കുറച്ച് പ്രദേശങ്ങൾ, പിന്നെ ഹരിയാന, പഞ്ചാബ്, ശ്രീനഗർ, ലഡാക്ക്. തിരിച്ചു വരുന്ന സമയത്ത് ലൈക്ക് പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, അഗൈൻ മഹാരാഷ്ട്ര, പിന്നെ തമിഴ്നാട് കയറിയിട്ടുണ്ട്. ഇതിലെവിടെയും ഇത്രയും മറ്റേ സ്റ്റേറ്റിൽ നമ്മൾ പോയിട്ട് ഹൈവേസിൽ എവിടെയും നമുക്ക്, അതായത് ബൈക്കിന് എക്സ്പ്രസ് വേ നമ്മളെ അലോഡ് ചെയ്യില്ല, അത് വേറെ കാര്യം. പക്ഷെ ഇത്രയും പോയ സ്ഥലത്ത് ബൈക്കിന് ടോള് വാങ്ങിയ ഒരേ ഒരു ഹൈവേ ആണ് കേട്ടോ. ഇത് ഇതുണ്ടോ, 110 രൂപ എൻ്റെ കയ്യിൽ മേടിച്ചു. ഇപ്പോൾ എന്ത് മനുഷ്യരാണല്ലോ. എന്താ പറയുക, നീണ്ട റൈഡിനടുവിൽ നമ്മൾ ആ റൈഡ് അവസാനിപ്പിക്കുമ്പോൾ ഒരു വിഷമമുണ്ടാവും. പക്ഷെ സന്തോഷമുണ്ട്, നമുക്ക് ഇത്രയും റൈഡ് ചെയ്യാൻ പറ്റിയില്ലോ. അപ്പോൾ ഫുൾ സപ്പോർട്ട് തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ഈ ഒരു റൈഡേ അവസാനിക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു റൈഡേ അവസാനിക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ റൈഡ് അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ അടുത്ത റൈഡ് ഉടനെ തന്നെ ഉണ്ടാവും. സോ അതിനുവേണ്ടി അതിനും നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കും ലൈക്കിനും ഷെയറിനും നിങ്ങളുടെ കമൻറ്റുകൾക്കും എല്ലാത്തിനും ഒരുപാട് നന്ദി. സോ നമ്മൾ ഇപ്പോൾ പതുക്കെ വണ്ടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6-6:30-7 മണിയാകുമ്പോഴത്തേക്കും പാലക്കാട് എത്തുമെന്നാണ് മാപ്പ് കാണിക്കുന്നത് കേട്ടോ. നമുക്കൊരു പിടിപിടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, വേറെ കൃഷ്ണഗിരി റൂട്ട് ഉണ്ട് കേട്ടോ. കുറച്ച് കിലോമീറ്റർ, 30 കിലോമീറ്ററോളം കുറവാണ്. ഞാനത് പോകണില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഹംപി ട്രിപ്പിന് പോയപ്പോൾ നമ്മൾ ആ വഴി പോയതാണ്. അത് സിംഗിൾ റോഡാണ്, പിന്നെ കാട്ട് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് അതിനോട് സ്റ്റാർട്ട് ചെയ്യുക, നമുക്ക് ഹൈവേ പിടിച്ച് അങ്ങനെ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആക്ച്വലി കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് പോലെ എങ്ങനെയെങ്കിലും നിർത്തിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അങ്ങനെ കഴിക്കാം. ഓക്കെ, ടോള് കുറച്ച് കൂടുതലാണെങ്കിലും ഈ ഹൈവേയിൽ കണ്ടതാണ്, ഇവിടെ ബൈക്കിന് വേണ്ടി സെപ്പറേറ്റ് ലൈൻ ഉണ്ട്. ഇത് കണ്ടോ, അതൊരു നല്ല തീരുമാനമല്ലേ. ആക്ച്വലി എനിക്കത് ഇഷ്ടമായിട്ടോ. പിന്നെ ബാംഗ്ലൂരിലെ ട്രാഫിക്കിന് 100 അല്ല 350 രൂപ കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാൻ മൈസൂർ റോഡ് വരെയാണ് ടോൾ എടുത്തിരുന്നത്. ഇതൊരു ക്ലോസ്ഡ് ഹൈവേ ആണ് കേട്ടോ. വേറൊരു വാഹനത്തിന് ഇതിന്റെ ഇടയിൽ കൂടെ കയറാനൊന്നും പറ്റില്ല. ക്ലോസ്ഡ് ആണ് സംഭവം. ലൈക്ക് വേറെ ഏത് റോഡും കണക്ടിവിറ്റി ഇല്ല. വേറെ ആർക്കും ഇതിനകത്ത് കയറാനും പറ്റില്ല. സെക്യൂർഡ് ആയിട്ടുള്ള ഹൈവേ ആണ്. നമ്മൾ ടോൾ എടുത്തതിന് ശേഷം എക്സിറ്റ് അടിക്കുമ്പോൾ ഈ ടോള് കാണിക്കണം. കാണിച്ചിട്ട് അവിടെ നിന്ന് പഞ്ച് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി പിന്നെ മുന്നോട്ട് പോകേണ്ടത് കേട്ടോ. നല്ല പരിപാടിയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈവേ ഇല്ലേ, ആക്ച്വലി ആ കൺസെപ്റ്റ് നല്ലതാണ് കേട്ടോ. നമുക്ക് ബൈക്കിൽ സെപ്പറേറ്റ് ലെയിൻ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലെയിനുകൾ കൂട്ടിയിട്ട് എക്സ്പ്രസ് ഹൈവേയിൽ പോലും എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയ ആണ് ആക്ച്വലി. ഓക്കെ, സീരിയസ്ലി നമ്മൾ എക്സ്പ്രസ് ഹൈവേ മിസ് ചെയ്യണത് കൊണ്ട്, ബൈക്കിലായതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേസ് മിസ് ചെയ്യണത് കൊണ്ട് ഒരു
എന്താ പറയുക, ഒരു ഒരു മണിക്കൂർ, ഒരു 3 മണിക്കൂർ 100 കിലോമീറ്റർ 150 കിലോമീറ്റർ ഒക്കെ കൂടുതലാണ് നമ്മൾ ഓടിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് എനിക്ക് ഇഷ്ടമായി കേട്ടോ. ലൈക്ക് ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ബൈക്കിന് സെപ്പറേറ്റ് ലൈന് വെച്ചിട്ട് ടോൾ വാങ്ങുക. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രമേ ഇതിനകത്ത് കയറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പക്ഷേ ഓരോരോ ഡ്രൈവിംഗ് കൾച്ചർ അനുസരിച്ചിരിക്കും കിട്ടുന്നു. അപ്പോൾ വരുന്ന സമയത്ത് ഒരുപാട് കാറും ജീപ്പും ബസ്സും നോ സ്റ്റോപ്പിംഗ് ആണ് കേട്ടോ. അതായത് നിർത്താതെ വന്നുകൊണ്ടേയിരിക്കണം. എന്നിട്ട് പോലും പല ട്രക്കുകളും കാര്യങ്ങളും വണ്ടി സൈഡിൽ നിർത്തുന്നുണ്ട്. പല കാറും ബൈക്കിൻ്റെ ലൈനിലേക്ക് കയറി വരുന്നുണ്ട്. ഓക്കെ, അത് വേറെ കാര്യം. അതിന് നമുക്ക് ഇത് വെച്ച് ഓക്കെ ആക്കാമെന്ന് വെച്ചാൽ ഫൈൻ എന്തെങ്കിലും വെച്ചിട്ട്. ഈ കൺസെപ്റ്റ് നല്ലതാണ്. ഇത് എക്സ്പ്രസ് ഹൈവേയിൽ കൂടെ ഇത് കൊണ്ടുവരണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരുപാട് ടൈമും വേസ്റ്റാണ്. എന്താ പറയുക, കിലോമീറ്ററും കൂടുതലാണ്. നല്ല പരിപാടി. എന്തായാലും 110 രൂപ ഇച്ചിരി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ഇല്ല പോട്ടെ. അതായത് അവിടെ നിന്ന് മറ്റേ നമ്മൾ ചാർജ് എടുത്തിട്ട് അത് QR തരും. ആ QR എവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണെങ്കിലും ആ QR നമ്മൾ സ്കാൻ ചെയ്തെടുക്കണം. അതായത് സ്കാൻ ചെയ്താലേ എക്സിറ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ ഫൈനാണ് കേട്ടോ. അതും നല്ല പരിപാടി. അപ്പോൾ ആർക്കും പൈസ കൊടുക്കാതെ മുങ്ങാനൊന്നും പറ്റില്ല. ബാംഗ്ലൂർ കയറാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൃഷ്ണഗിരി റൂട്ടിലത്തെ ഹൈവേ തന്നെയാണ് പാലക്കാട് പോകാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നത്. എന്ത് ചെയ്യാനാണ്. സോ ഞാൻ ആ ഹൈവേ തന്നെ എടുത്തു. വിശപ്പ് സഹിക്കാനാവാതായപ്പോൾ നമ്മുടെ ഹൈവേ സൈഡിൽ തന്നെ ഒരു ശരവണഭവൻ കണ്ടു. അതിൽ കയറി നല്ലൊരു മീല് കഴിച്ചിട്ടാണ് പിന്നെ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ലഞ്ചൊക്കെ കഴിച്ച് സെറ്റായി. ഇതിപ്പോൾ കൃഷ്ണഗിരിയാണ്. കൃഷ്ണഗിരി മലയും ഇതൊക്കെ തന്നെ ഉണ്ട്. अरे यार जाओ अभी। മല ഇറങ്ങുകയാണ്, അതുകൊണ്ടാണ് മല അതുണ്ടോ. ഒരുമാതിരി ഫോൺ നോക്കും 30 സ്പീഡിൽ നോക്കി. പക്ഷെ ഫോണിന് ഫോട്ടോ ഉണ്ടോ, അതൊരു പ്രശ്നം. അടുക്കി അതോ എന്താ പ്രശ്നം പറഞ്ഞ് തീർന്നില്ല. കണ്ടോ അയ്യോ ഒത്തിരി കയറിയുണ്ട്. അതാണ് അത് ഇറങ്ങി വരുമല്ലേ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാലും ഇങ്ങനെ പറന്നിട്ടേ പോകും. സ്പീഡ് കൂട്ടേണ്ട അവിടെ സ്പീഡ് കൂട്ടാം. അപ്പോൾ ആ സ്പീഡ് കുറക്കേണ്ട അവിടെ നമ്മൾ എന്തായാലും കുറച്ചേ പറ്റും. നമുക്ക് വേഗം ഇവിടെ പുതിയ റോഡ് പണിയുണ്ട് പോകുന്നുണ്ട്. അങ്ങനെയായി. അപ്പം നേരെ ഇത് സേലം എത്താറായിട്ടുണ്ട്. സേലം എത്തിയിട്ട് നേരെ അങ്ങോട്ട് പോവാം, ബീച്ചിലോട്ട്. കർണാടകയിൽ നിന്നും തമിഴ്നാട് കയറിയപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ പച്ചപ്പും പരിതാപകരവും എല്ലാം ഇങ്ങോട്ട് കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തെ പോലെ തന്നെ തമിഴ്നാടും ആയി തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയം. ഇതിനിപ്പോ കൃഷ്ണഗിരി ഏരിയ ആയതുകൊണ്ടാണോ ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ റൈഡ് ഇങ്ങനെ തുടരുകയായിരുന്നു. ഏകദേശം ഒരു 6:30-7 മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കേരള ബോർഡറിലേക്ക് കടന്നു. കേരള തന്നെ നല്ല രീതിക്ക് ഒരു എന്താ പറയാ, ഇതിനെ ഞങ്ങൾ ചെമ്മാനം എന്നാണ് പറയാ. നിങ്ങൾ എന്താ പറയുന്നതെന്ന് കമന്റ് ചെയ്യാട്ടോ. അങ്ങനെ ഒരു എന്താ പറയാ സൺസെറ്റ് ആണ് എന്നെ വരവേറ്റത്.
വളരെ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. അതുപോലെ സങ്കടവും തോന്നുന്നുണ്ടായിരുന്നു. റൈഡ് അവസാനിക്കുകയാണല്ലോ. അപ്പൊ നമ്മള് കേരളത്തിലേക്ക് കയറിയിട്ടുണ്ട്. ബോർഡ് കണ്ടില്ലേ, പാലക്കാട് 22 കിലോമീറ്റർ. അപ്പൊ നമ്മള് വാളയാറ് കഴിഞ്ഞു കേട്ടോ കയറി. യോ അപ്പൊ നമ്മുടെ ട്രിപ്പ് ഏകദേശം എത്ര വേണം, ഒരു അരമണിക്കൂർ കൊണ്ട് തീരും. നമുക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ട്രിപ്പ് മാത്രമേ നമുക്ക് തീരുന്നുള്ളൂ കേട്ടോ. ഇനി വേറെ നമ്മുടെ ട്രിപ്പുകൾ വരാനുണ്ട്. സോ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. ഇനി തുടർന്ന് നമുക്ക് നന്നായി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ. അപ്പോൾ ആ മോട്ടിവേഷൻ തന്നുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് അപ്പോൾ എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് മോട്ടിവേറ്റായി ഞാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നമുക്ക് പോകാനും അത് നമുക്ക് വീഡിയോ ആയിട്ട് ഇടാനും പറ്റും. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാർ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്.